ഹായ്. അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാ? ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഒരിടത്ത് അത്യാവശ്യമായിട്ട് പോകണം കേട്ടോ. 2 മണിക്ക് എത്തണം അവിടെ. അപ്പോൾ ഒന്നും വെച്ചില്ല. 2 മുട്ട അങ്ങോട്ട് വേഗം തിളപ്പിച്ചെടുത്തട്ടാ. താറാമുട്ടയും പിന്നെ മോനൊരു കോഴിമുട്ടയായിരുന്നു. പിന്നെ 2-3 പപ്പടം അങ്ങോട്ട് വറുത്ത് മുളകിട്ടെടുത്ത്. ഇത് രാവിലെ ഞാൻ ഇത്തിരി അവിയലുണ്ടാക്കിയേട്ടാ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇരുന്നേച്ചി. വേറെ നല്ല തിരക്കിലായിരുന്നു. കൊപ്രാട പണി, അടക്കയുടെ പണിയൊക്കെ ഉണ്ടായതുകൊണ്ട് തിരക്കായിരുന്നു കേട്ടോ. ചോറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ഒരു ക്യാരറ്റ് ഉണ്ടായി, ഉരുളൻകിഴങ്ങ്, ചേന, പിന്നെ ഒരു ചെറിയ പടവളങ്ങ ഉണ്ടായി. എല്ലാം കൂടി തട്ടിക്കൂട്ടി ഒരു അവിയലങ്ങ ഉണ്ടാക്കിയെടുത്തിട്ടാണ്. തൈരിട്ട് എടുത്തതാണ്. അപ്പോൾ അവിയൽ ഇത്തിരി എടുക്കാം. ബീൻസും ഉണ്ടായിട്ടെ, അല്പം ബീൻസും ഉണ്ടായി. സാമ്പാർ കഷ്ണം മേടിച്ചപ്പോൾ അതിൻ്റെ ഇത്തിരി മാറ്റി വെച്ചാണ്. അപ്പോൾ വേഗം ഒരു അവിയലുണ്ടാക്കിയെടുത്ത്. പിന്നെ താറാമുട്ട ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ, അത് തിളപ്പിച്ചതാണ്. ചുമന്ന കാമ്പീൻ്റെ താറാമുട്ട അത് പറഞ്ഞെടുത്ത്. പിന്നെ പപ്പടം കഴിക്കാറില്ല, എന്നാലും അല്പം എടുക്കാം. ഇതിപ്പം മോൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഈ സംഭവം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സിമ്പിൾ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ കഴിക്കാം. നാടൻ തൈര് കിട്ടിയത് കൊണ്ടാണ് അവസാനം തൈരിട്ടേക്കണത്. നാടൻ തൈരാണ് കേട്ടോ. നല്ലതാണ്. അവയിൽ കുഴപ്പമില്ല. താറാമുട്ടയൊക്കെ മിക്കപ്പോഴും കാണിക്കണ വീഡിയോ അല്ലേ ഇത്. അപ്പോൾ 2 മണിക്ക് നമ്മൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത്, ചിലപ്പോൾ അത് വീഡിയോയിൽ വരും കേട്ടോ. ആ രംഗങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈപ്പിങ്കരയിലെ ബെനഡിക്റ്റിൻ്റെ വീട്ടിൽ ഞങ്ങൾ തിരുതപിടുത്തം കാണാൻ പോയി. ആ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. കല്ലഞ്ചേരിയിലെ മറ്റേ ആനണിച്ചേരനും കുറച്ച് മാത്രം വലുതാക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എല്ലാം 500-600 ഒക്കെ ഇട്ടിട്ടുണ്ട്. 600-500 രൂപയ്ക്കാണ്. ഒരു ദിവസം കിട്ടുന്ന അങ്ങോട്ട് ഇട്ടുകൊണ്ട് കിട്ടുന്നില്ല. അവർ പോന്നാ അതെ വെച്ചാനാണ് ഇപ്പൊ മീനുണ്ട് ഇവിടെ. അതെന്തോരം വേണമെന്ന് കഴിക്കാനാണ് എടുത്തു വെക്കാൻ. പെട്ടെന്ന് ആയിരിക്കും സങ്കടമുണ്ട്. അയ്യോ പുള്ളിക്കാരൻ അഴിക്കലും. ബെനഡിക്റ്റിൻ്റെ വീട് പുഴയോട് ചേർന്നാണ് കേട്ടോ. വൈപ്പിങ്കരയിൽ പുഴയോട് ചേർന്നാണ് ബെനഡിക്റ്റിൻ്റെ വീട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ചെമ്മീൻകെട്ടാണുള്ളത്. അപ്പോൾ സാലിച്ചൻ്റെ ഒപ്പം വാട്ടർ ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്തതാണ് ബെനഡിക്റ്റ്. അവരൊരുമിച്ച് 10-20 വർഷത്തോളം സർവീസിലുണ്ടായിരുന്നു. റിട്ടയർഡ് ആയതിനു ശേഷം പുള്ളി ഇങ്ങനെ തിരുത വളർത്തലിൻ്റെ ഒരു ബിസിനസ്സുമായിട്ട് തിരിഞ്ഞു. അപ്പോൾ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ തിരുത വിളവെടുപ്പുണ്ട്. അപ്പോൾ കുറേ നാളായി ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇക്കൊല്ലം ക്രിസ്മസിന് കാണാൻ സാധിച്ചത്. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ഒരു അനുഭവമായിരുന്നു. ആ തിരുതപിടുത്തവും പെട്ടക്കണ തിരുതകളും അത് കൊണ്ടുവരുമ്പോൾ അത് കഴുകി നീറ്റാക്കി കച്ചവടത്തിനായിട്ട് തൂക്കുന്നതും ചേട്ടനും വൈഫും പിള്ളേരും എല്ലാവരും കൂടിയുള്ള ആ ഒരു നല്ലൊരു അന്തരീക്ഷം നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കലാബോധമൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഹട്ടും കാര്യങ്ങളൊക്കെ ആ ചെമ്മീൻകെട്ടിനോട് ചേർന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. വീടും പരിസരമൊക്കെ നല്ല നീറ്റും കാര്യങ്ങളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക്. അങ്ങനെ ഞങ്ങൾ 2 തിരുത മേടിച്ച് പോന്നു.
10 കിലോ വെക്കാൻ പറ്റുള്ളൂ. കണ്ടടോ ഇതിനെ ഹലോ കണ്ട് ഒന്ന് വിളിച്ചു നോക്കണം സാബിനെ വിളിച്ചു നോക്കി ഞാൻ കറക്കിലേക്ക് പോകണേണ്ട. ഈ സമയത്ത് അങ്ങനെ നെയ്ച്ചാളെന്ന് പറഞ്ഞ വലിയ ചാള വന്നിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റാന്ന് ചോദിച്ചാൽ അതിനകത്ത് ക്ലിയർ ആക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അത് എനിക്ക് എത്ര സ്ഥലം പോകും. അപ്പൊ ഇങ്ങനെ വഴി ഇങ്ങനെയല്ല, ഇങ്ങനെ ഇല്ല കോഴിനൊക്കെ അതിനകത്ത് ആ കൂട്ടി അത്